സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾക്കായി പുനലൂരിൽ സംഘടിപ്പിച്ച ത്രിദിന പരിശീലന ക്യാമ്പ് രണ്ടാം ദിവസം പിന്നിട്ടു. പുനലൂർ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ്. വിദ്യാർത്ഥികളിൽ പൌരബോധം, ലക്ഷ്യബോധം, സാമൂഹ്യ പ്രതിബദ്ധത, സേവന സന്നദ്ധത തുടങ്ങിയ മാനുഷിക മൂല്യങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പോലീസ്, എക്സൈസ് തുടങ്ങി വിവിധ സേനകൾ കേഡറ്റുകൾക്ക് പരിശീലനം നൽകും. രണ്ടാം ദിവസം പത്തനാപുരം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KV ഹരികൃഷ്ണൻ പരിസ്ഥിതിയും വനസംരക്ഷണവും എന്ന വിഷയത്തിൽ ക്ലാസ് നയിച്ചു. വലിയ നിബിഡമായ വനമുള്ള മേഖലകളായിരുന്നു. അപ്പൊ അവിടെയൊക്കെ മൊട്ടക്കുന്നുകൾ രൂപം കൊണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ കാലാകാലങ്ങളിലായിട്ട് തീ പിടിച്ച് ഇതിന്റെ ഈ അടിയിലുള്ള വനം നശിക്കുമ്പോഴത്തേക്ക് മണ്ണ് എക്സ്പോസ്ഡ് ആവും, മണ്ണ് തുറന്നു വരും. അപ്പൊ അങ്ങനെ അടുത്ത മഴയ്ക്ക് ഈ മണ്ണെല്ലാം ഒലിച്ച് താഴെ വരും. അപ്പൊ അന്നേരം ഈ കാലാകാലങ്ങളിലായിട്ട് വനശീകരണവും അതിന് തുടർന്നുണ്ടാകുന്ന മണ്ണൊലിപ്പ് കാരണം ഈ മേൽമണ്ണ് നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ ഈ പാറ കളഞ്ഞ് മൊട്ടക്കുന്നുകളായി മാറുകയും ചെയ്യും. നമ്മുടെ ഈ മൊട്ടക്കുന്നുകളായിട്ട് മാറിയ സ്ഥലങ്ങളെല്ലാം വലിയ നിബിഡമായ വനങ്ങളായിരുന്നു. അവിടെ പുൽമേടുകളും വൃക്ഷങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളായിരുന്നു. പക്ഷെ നമ്മുടെ മനുഷ്യന്റെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾക്കും വലിയ വലിയ ആഗ്രഹങ്ങൾക്കും ഒക്കെ കാരണമായിട്ട് അവൻ വെറുതെ ഫീഡാണ്. ഇപ്പം കാട്ടുതീയുടെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പറയാം മുള ഒരഞ്ഞ് തീകത്തുന്നൊക്കെ, ഒരിടത്ത് മുളയൊന്നും തീകത്തുന്നില്ല. അതിന്റെ ഒക്കെ അത് മുളയൊരഞ്ഞ് തീകത്താനുള്ള സാധ്യത 0.001% മാത്രമാണ്. ബാക്കിയെല്ലാം മനുഷ്യൻ ഉണ്ടാക്കുന്ന കാട്ടുതീയാണ്. ശനിയാഴ്ച ക്യാമ്പ് സമാപിക്കും. ന്യൂസ് ബ്യൂറോ, പുനലൂർ.